നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 18 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധിയുടെ നാളുകൾ കടന്നു വരാൻ പോവുകയാണ്. നാളെ ഫെബ്രുവരി 16 ഞായറാഴ്ചയാണ്. നാളത്തെ ദിനം മുതൽ ഇനി ശിവരാത്രിയോടടുക്കുന്ന ദിവസങ്ങളിലൊക്കെയും വളരെ വലിയ വമ്പൻ മാറ്റങ്ങളാണ് ഈ 18 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. കാരണം എന്തെന്നാൽ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ അടുക്കാൻ പോകുന്നത്. കാരണം ഫെബ്രുവരി 26 മഹാശിവരാത്രി വരുന്നുണ്ട്. അന്നേ ദിവസം ഭഗവാൻ മഹാദേവൻ നമ്മൾ ഭക്തരുടെ അഭീഷ്ടങ്ങളൊക്കെയും പൂർത്തീകരിക്കാനായി നമ്മളിലേക്ക് കണ്ണ് തുറന്നു നോക്കുന്ന, മിഴികൾ തുറന്നു നോക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി വരുന്ന ഈ സമയങ്ങളൊക്കെയും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളാണ്. അപ്പോൾ നാളെ ഫെബ്രുവരി 16 നാളെ മുതൽ തുടങ്ങുന്ന ആ ശിവരാത്രിയോടടുപ്പിച്ച് വരുന്ന ദിവസങ്ങളൊക്കെയും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് 18 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ, ആഗ്രഹ സാഫല്യത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരാൻ പോകുന്നത്. ആ 18 നക്ഷത്രക്കാരൊക്കെയാണ്, ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങളാണ് അവരിലേക്ക് വന്നെത്തുന്നത്, ചില പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് നാളെ ഫെബ്രുവരി 16 മുതൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ബന്ധു ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും വന്ന് ഭവിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യാത്രകൾ വേണ്ടിവരും. അതായത് ദൂര സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും ആ യാത്രകൾ, അതായത് നിങ്ങളുടെ ബന്ധുക്കൾ നിമിത്തം, അത് ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് വേണ്ടി, അതായത് അകന്നിരുന്നവരാകാം, അത് അടുത്ത് വരികയും അവരുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ്. പിന്നെ മാതാവുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ അല്പം അരിഷ്ടതയൊക്കെ വരാനായി ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ ആരോഗ്യം, ഇത് മേടം രാശിക്കാരായ ആളുകൾ മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. അതേപോലെ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് മറ്റുള്ളവരെ ഇടപെടുത്താതിരിക്കുക. അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പുറത്തുള്ള ആളുകളുമായി, അതായത് നിങ്ങളുടെ ബന്ധുക്കളാകാം അല്ലെങ്കിൽ അവരുമായി ആ തൊഴിൽ മേഖലയെ ബന്ധിപ്പിക്കാതിരിക്കുക. അതായത് അവർ പുറത്തുനിന്നുള്ളവരാണ്, അവർക്കറിയില്ല അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതല്ലാതെ വേറൊരു വ്യക്തിയുടെ കൈകടത്തൽ അതിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഉത്തമമായത്. ബന്ധുക്കൾ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെയും ഒഴിയാനുള്ള ഒരു സമയം കൂടിയാണിത്. മുന്നേ കാലങ്ങളിൽ ചിലപ്പോൾ സ്വത്ത് തർക്കങ്ങളാകാം, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങൾ പലതുണ്ടാകുമല്ലോ, അതൊക്കെയും മാറുന്ന ഒരു സമയം കൂടിയാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകും. നിങ്ങൾക്ക് ആ ഒരു സമാധാനക്കേടുണ്ടായിരുന്നല്ലോ, അകന്ന് നിൽക്കുന്നു ബന്ധുക്കൾ, അമ്മയുടെ ബന്ധുക്കളാകാം അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കളാകാം. പക്ഷേ ഇതൊക്കെ മാറി സന്തോഷത്തിലേക്ക് വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. സന്താനങ്ങൾക്കും അല്പം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത. ബുദ്ധിമുട്ടെന്നൊക്കെ പറയുമ്പോൾ പനി ജലദോഷമൊക്കെ ആയാൽ പോലും അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായി കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മത്സര പരീക്ഷകൾ, അതായത് ഈ ഫെബ്രുവരി 25 ശേഷമുള്ള സമയം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ വിദേശ യാത്രയ്ക്കോ മറ്റോ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും വിജയത്തിലെത്തുന്നതായിരിക്കും. വരുന്ന ഫെബ്രുവരി 25 ശേഷമുള്ള കാര്യമാണ്. നിങ്ങൾ അതായത് മേടം രാശിക്കാരായ ആളുകൾ മത്സര പരീക്ഷയ്ക്കോ വിദേശ യാത്രയുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ പുറപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ വിജയത്തിൽ കലാശിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ശിവഭജനം നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക. അതും തിങ്കളാഴ്ച ദിവസം ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പറഞ്ഞാൽ മലർ നിവേദ്യം കൂടി കഴിപ്പിച്ചു തരും. ഇതൊന്ന് ചെയ്താൽ മാത്രം മതി. വേറെ ഒരു കാര്യങ്ങളും ഓർത്ത് പേടിക്കേണ്ട വളരെ നല്ല സമയമാണ്. രണ്ടാമത്തെ രാശി ഇടവമാണ്. കാർത്തിക അവസാനം 3/4 ഭാഗം, രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. യാത്ര ആവശ്യമായി വരുന്ന സമയമാണ്. സന്തോഷകരമായ യാത്രയ്ക്ക് തന്നെയാണ് സമയം വരുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുകയും അതേപോലെ ജോലിയിൽ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നാളെ ഫെബ്രുവരി 16 മുതൽ തുടങ്ങുന്നത്. ബന്ധുക്കൾ നിമിത്തം സന്തോഷമുണ്ടാകുന്നതായിരിക്കും. പുതുവസ്ത്രം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്തുണ്ടാകുന്നുണ്ട്. ഗൃഹത്തിലേക്ക് ഗൃഹോപകരണങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ വാങ്ങിക്കാൻ
ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണാകുന്നത്. കർമ്മ നേട്ടം, കർമ്മ മേഖല, നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്ന് നേട്ടമുണ്ടാകുന്നതാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടകലുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുക. കൂടാതെ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണന് വെണ്ണ, കദളിപ്പഴം ഇതൊക്കെ ഒന്ന് നേദിച്ച് പ്രാർത്ഥിക്കുക. വളരെ നല്ല സമയമാണ്. എങ്കിൽ പോലും ഭഗവാന് നൽകേണ്ട കാര്യങ്ങൾ നൽകി പ്രാർത്ഥിക്കുമ്പോൾ ഫലങ്ങൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു പരിഹാരം കൂടി അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് കൂടി കഴിപ്പിച്ചാൽ മതി. അല്ലാതെ പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. വിദേശയാത്രക്ക് ഒക്കെ പറ്റിയ നല്ല ബെസ്റ്റ് സമയമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. അടുത്ത രാശി തുലാമാണ്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമനം വരേണ്ട സമയമാണ് നാളെ ഫെബ്രുവരി 16 മുതൽ തുടങ്ങുന്നത്. വാഹന ഭാഗ്യം കാണുന്നുണ്ട്. ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ അത്യാവശ്യമാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുക്കൾ നിമിത്തം നിങ്ങൾക്കും സന്തോഷം വന്നു ചേരുന്ന ഒരു സമയമാണ്. അതായത് ബന്ധുക്കൾ നിമിത്തമുള്ള അതായത് പ്രശ്നങ്ങൾ, കുടുംബത്തിൽ സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിമിത്ത ബന്ധുക്കൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. ആ അകൽച്ച മാറി അവർ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാതി മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. കടം കൊടുത്ത തുക തിരികെ ലഭിക്കാനുള്ള, ഒരുപാട് നാളിന് മുന്നേ കൊടുത്തതാകും, കിട്ടില്ല എന്ന് നിങ്ങൾ പോലും നിരൂപിച്ചതാണെങ്കിൽ പോലും ഇത് കിട്ടാനുള്ള സമയം നാളെ ഫെബ്രുവരി 16 മുതൽ ആരംഭിക്കുകയാണ്. പങ്കാളിക്ക് അല്പം അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത, അതായത് മിഥുനം രാശിയിൽ തുലാം രാശിയിൽ ജനിച്ച ആളുകളുടെ പങ്കാളിക്ക്, ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിന്, നിങ്ങൾ തുലാം രാശിയിൽ ആരാണോ, ഭാര്യയാണോ ഭർത്താവാണോ ഉള്ളതെങ്കിലും പങ്കാളിക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ പുലർത്തുക. ജോലി തിരക്കെന്നൊക്കെ പറഞ്ഞ് ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കുക, മരുന്ന് കഴിക്കാതിരിക്കുക. അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ സ്വത്താണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സമയത്തൊക്കെ അല്പം അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കാണും. മാവും അങ്ങനെ ചില ചെടികളൊക്കെ മരങ്ങളൊക്കെ പൂക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ അലർജി ചില ആളുകൾക്കുണ്ടാകും. അതൊക്കെ ഇരുന്നിരുന്ന് പിന്നെ വലിയ ആസ്മയിലോട്ടും പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കുക. സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതിരിക്കുക. സാഹിത്യ രംഗത്ത് പ്രശസ്തിയൊക്കെ നേടിയെടുക്കാനായി എഴുത്തുകാരന്മാർക്ക്, കലാകാരന്മാർക്കൊക്കെ സാധിക്കുന്ന, എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയേറെ ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്ന സമയമാണ് ഫെബ്രുവരി 16 മുതൽ തുടങ്ങാൻ പോകുന്നത്. വിവാഹം വൈകുന്നു, കൂടെയുള്ള ആളുകൾ, സുഹൃത്തുക്കൾ എല്ലാം വിവാഹം കഴിച്ച് എനിക്ക് മാത്രം വൈകുന്നു എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്കും നാളെ മുതലുള്ള സമയം ഉത്തമമായ വിവാഹ ആലോചനകൾ വരാനൊക്കെയുള്ള സമയമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ശാസ്താഭജനമാണ്. ശാസ്താക്ഷേത്ര ദർശനം നടത്തി ശാസ്താവിന് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തൊഴുതു പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവുമെങ്കിൽ എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ആ ഒരു നേർച്ച, ക്ഷേത്രമണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ നമ്മളും ഭഗവാനും തമ്മിൽ ഹൃദയത്തോട് ഹൃദയം ചേർന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പിന്നെ അവിടെ നടക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ചില കാര്യങ്ങളൊക്കെ, അത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ, അത് നിങ്ങളും ഭഗവാനും, അതായത് നമ്മൾ ഓരോ വ്യക്തികളുടെ ഹൃദയം കൊണ്ട് ഭഗവാനോട് നടത്തുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതിലൂടെ നമ്മൾക്ക് മനസ്സിലായി ഏത് നേർച്ച അദ്ദേഹം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഏത് നേർച്ചയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന് ആ തോന്നുന്ന കാര്യം അപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു നേർച്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകും. ഫലങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതുമാണ്. അടുത്ത രാശി വൃശ്ചികമാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. അത് വിവാഹ കാര്യങ്ങളാകാം, ജോലി സംബന്ധമായ കാര്യങ്ങളാകാം, ഇനി വീട് പണിയാകാം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന് ഇപ്പോൾ പോയി വാങ്ങിക്കാമെന്നും പറഞ്ഞ് പോയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം തിരിച്ചു വരും, പിന്നെയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരു മുടക്കം ഉണ്ടാകുന്നുണ്ട്. ആ മുടക്കമാണ് ഇവിടെ മാറി ഇനി അത് പുനരാരംഭിച്ച് അത് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് നാളെ ഫെബ്രുവരി 16 മുതൽ തുടങ്ങുന്നത്. ധനപരമായി വളരെയേറെ നേട്ടത്തിൻ്റെ സമയമാണ്. കൃഷി ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകുന്ന സമയമാണ്. ദമ്പതികൾക്കിടയിൽ ഒരു ഒത്തൊരുമ, സ്നേഹം ഇതൊക്കെ വർദ്ധിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ഭാഗവതം ഒന്ന് പാരായണമൊക്കെ ചെയ്യുകയാണെങ്കിൽ, എപ്പോഴാണോ സമയം കിട്ടുന്നത്, ഞായറാഴ്ചയൊക്കെ സമയം കിട്ടുമായിരിക്കുമല്ലോ, ജോലിക്കൊക്കെ പോയിട്ട് ജോലി ഇല്ലാത്ത ദിവസമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ രാവിലെ ആയാലും ഒരു വൈകിട്ടായാലും നിങ്ങൾക്ക് കഴിയുന്ന ആ ഒരു സമയത്ത് അല്പം ഒരു പേജ് പകുതി ആയാലും മതി, ഒന്ന് ഭാഗവതം കെട്ടിക്കണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ വായിച്ച് ഭഗവാനോട് ആ ഒരു മനസ്സുകൊണ്ട്
ഭഗവാൻ ഒരു അർച്ചന. അതായത് ക്ഷേത്രത്തിൽ തിരുമേനിയെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നതല്ല, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾക്കൊരു അർച്ചന ചെയ്യിക്കാൻ പറ്റും, അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. വീട്ടിൽ വന്നതിന് ശേഷം ഭാഗവതം ചെറുതായിട്ട് ആദ്യം ഇത്തിരി അക്ഷര തെറ്റുകളൊക്കെ വന്നേക്കാം, പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട. ഭാഗവതം ഒന്ന് വായിക്കുക. അങ്ങനെ 10 ദിവസം ആകുമ്പോൾ തന്നെ അതൊരു മനസ്സിന് സ്വയം ഒരു ആനന്ദം ഉണ്ടാവും, വിഷമങ്ങളൊക്കെയും അകന്നു പോകുന്നതാണ്. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള ഒരു സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ആരോഗ്യം മെച്ചപ്പെടുകയും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്കും ബന്ധുക്കൾ നിമിത്തമുള്ള സന്തോഷത്തിന് വക കാണുന്നുണ്ട്. രോഗങ്ങൾ ശമിക്കുന്നതാണ്. സന്താനങ്ങളുടെ പുരോഗതി കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരാൻ, അതായത് എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് എത്തേണ്ടതായ ഒരു അവസ്ഥയും ഈ നാളെ മുതലുള്ള ഒരു സമയം, അതായത് വിദേശത്ത് നിൽക്കുന്നവരുടെ കാര്യമാണ്. പിന്നെ വിവാഹ സംബന്ധമായിട്ടും വളരെ നല്ല സമയം കൂടിയാണ്. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ, ഒരു വേൽ ഒക്കെ സമർപ്പിക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ്. ഞാനായിട്ട് പറയുകയല്ല, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അവർക്ക് അവിടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവരവിടെ നിൽക്കുകയാണ്, നിങ്ങളോട് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവർക്ക് അവിടെ എന്ത് ബുദ്ധിമുട്ടാണോ അവരെ അലട്ടുന്നത്, നമ്മുടെ മക്കളെ എന്ത് ബുദ്ധിമുട്ടാണോ അലട്ടുന്നത്, ആ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്ന് നിങ്ങൾ മാതാവാണെങ്കിലും പിതാവാണെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കുക. അവർക്ക് അവിടെ സന്തോഷമായി നിന്ന് അവർ ഇഷ്ടമുള്ളിടത്തോളം കാലം സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്താനുള്ള ആരോഗ്യം അവർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ബാക്കി സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് നാളെ ഫെബ്രുവരി 16 മുതൽ ആരംഭിക്കുന്നത്. അടുത്ത മീനം രാശിയാണ്. പൂരുരുട്ടാതി അവസാന 1/4 ഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക ശ്രദ്ധ അല്പം കുറവുണ്ട്. സമ്പത്ത് വെറുതെ ചിലവാക്കി കളയുകയല്ല. കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ കിട്ടുമ്പോൾ നിമിഷ നേരം കൊണ്ട് എല്ലാം അതും ഇതൊക്കെ വാങ്ങിച്ച് ചിലവാക്കി കഴിയുന്നു. പിന്നെ കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഇനി അങ്ങനെ വരാൻ പാടില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ലുബ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ധനപരമായി ഒരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. കൂടെ ഉള്ളവർ ചിലവാക്കിക്കുമെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ പോക്കറ്റിലുള്ള വരുമാനം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചിലവാക്കുവാനായിട്ട്. തൊഴിൽപരമായി അല്പം വിഷമതകളൊക്കെ വരാനുള്ളൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. പക്ഷേ ഭക്ഷണസുഖം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. നല്ല സന്തോഷകരമായ ആഹാരമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങൾക്കിടയിൽ അല്പം അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. രോഗശമനം ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യമൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് തടസ്സപ്പെട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. അവൽ നിവേദ്യം ഹനുമാൻ ക്ഷേത്രത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവൽ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചുറ്റി വട്ടം കറങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെയും ഹനുമാൻ സ്വാമി നിങ്ങളിൽ നിന്ന് മാറ്റി തരുന്നതുമായിരിക്കും. അപ്പോൾ നാളെ ഫെബ്രുവരി 16 തുടങ്ങുകയാണ്. ഇനിയുള്ള ഒരു ദിവസങ്ങളിലൊക്കെയും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയും ഒരു ഭാഗ്യത്തിൻ്റെ പിന്തുണ കൂടെയുള്ള സമയമാണ്. കാരണം മഹാശിവരാത്രിയോടടുത്ത് വരുന്ന ദിവസങ്ങളാണ്. നമ്മൾ അത്ര പ്രാധാന്യമേറി കാണുന്ന ആ മഹാശിവരാത്രി, ഭഗവാൻ മഹാദേവൻ തൃക്കൺ പാർത്തെ തൻ്റെ ഭക്തരെയൊക്കെ നോക്കുന്ന ദിനങ്ങളിലോടാണ് നമ്മൾ അടുത്ത് വരുന്നത്. അത്രത്തോളം പ്രാധാന്യമേറിയ സമയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിലേക്ക് ഭാഗ്യത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ക്ഷേത്ര ദർശനം ഒന്നും ആരും മറക്കണ്ട. വലിയ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, ചെറിയ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ തന്നെ. കാരണം അത് എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് നല്ല സമയമല്ലേ, പിന്നെ ഞങ്ങൾ ഇതെന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഭാഗ്യത്തിന് നമ്മളിലേക്ക് കൂടുതലായി നമ്മളിലേക്ക് എത്തപ്പെടണം. അതിനു കൂടിയാണ് പറയുന്നത്. അത് എത്തപ്പെടുന്നത് കൂടാതെ നമ്മളിൽ ഈ ഭാഗ്യം നിലനിൽക്കുകയും വേണം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കഷ്ടകാലം തുടങ്ങുകയാണെങ്കിൽ അതിനെ ഭാഗ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയും ഒരു എന്തോ പഴഞ്ചൊല്ല് പറയുന്ന പോലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷമം വീണ്ടും നമ്മളിലേക്ക് തന്നെ എത്തപ്പെടുന്നു എന്ന് പറയില്ലേ, അതല്ല ഇവിടെ വേണ്ടുന്നത്. ഈ ഭാഗ്യം അധികരിച്ചു വരുന്ന വേളയിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് ഈ ക്ഷേത്ര ദർശനം കൂടെ നടത്തിയാൽ നമ്മളിൽ നിലനിൽക്കുന്ന ആ ഒരു സാമ്പത്തികം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എപ്പോഴും അതേപടി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാനും കൂടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ, അധികമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, നടത്തി പ്രാർത്ഥിക്കുക. നന്ദി.